അമ്പലത്തിൽ പോയപ്പം മൊബൈലൊന്നും കൊണ്ടുപോയില്ലേ. ഇവിടെ തൊട്ട് അപ്പുറത്തെ അമ്പലമല്ലേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് സമയമായതുകൊണ്ട് 10:30 ആകാറായപ്പോഴത്തേക്ക് ഓടി അങ്ങ് പോയി. അതുകൊണ്ട് മൊബൈൽ എടുത്തില്ല. അതുകൊണ്ട് അവിടുത്തെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ സമയം 11:30. ഇത് 10 മിനിറ്റ് ഫാസ്റ്റാണ്. ഞാൻ ഇത്തിരി കൂട്ടിയിട്ടിരിക്കുന്നതാണ് സ്പീഡിൽ ജോലി തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 11:30 ആകുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് പാത്രവും കഴിയിട്ട് ബാക്കി അടുക്കളയിലെ പണിയെല്ലാം തീർന്നു. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനാസ് അമേസിംഗ് വേൾഡ്. ഇപ്പോൾ കാണിക്കുന്നത് അമ്പലത്തിൽ പോകുന്നതിന് മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ 10:30 മുന്നേ ചെയ്ത് തീർത്ത ജോലികളാണ്. അപ്പോൾ ഞാൻ കുറേ ജോലികൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നതിൽ ഓർത്തത് കേട്ടോ. അടുക്കളയിലോട്ട് കയറി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്. തൂക്കൽ അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ ഉണ്ടാക്കിയത് ഗോതമ്പ് ദോശയാണ്. ഗോതമ്പ് ദോശ എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസും ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയതാണ്. ഗോതമ്പ് മാവിലേക്ക് തെറ്റിപ്പോയി. ഗോതമ്പ് മാവിലേക്ക് കടലമാവ് റവയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് പിന്നെ വെജിറ്റബിൾസ് ചോപ്പ് ചെയ്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം ഈ വെജിറ്റബിൾസും കൂടെ ഇട്ട് ക്യാരറ്റും ക്യാബേജും ഒക്കെയാണ് ഇട്ടത്. അതും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് പൊടിയായിട്ട് ചേർത്തത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ചെറുജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്താണ് വെജിറ്റബിൾ മിക്സ് ഉണ്ടാക്കിയത് കേട്ടോ. അത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഈ കലക്കി വെച്ചിരുന്ന മാവിലേക്ക് ഒഴിച്ച് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞപ്പം വന്ന് അത് ചുട്ടെടുത്തത്. ഇതിന് ഞാൻ പിന്നെ ചമ്മന്തി അരയ്ക്കോ അങ്ങനെ ഒന്നും വേറെ ഒരു കറി ഒന്നും വെച്ചില്ല. ഇവിടെ ചോദിച്ചപ്പോൾ അവർക്ക് വേണ്ട ഇത് മതി, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അത് കാരണം പിന്നെ ഞാൻ ഇതിന് സൈഡായിട്ട് വേറെ ഒന്നും ഉണ്ടാക്കിയതുമില്ല കേട്ടോ. പിന്നെ അരി വെന്തു. അത് കഴിഞ്ഞപ്പം ദോശ ചുട്ട് കഴിഞ്ഞ് ആ അടുപ്പിലേക്ക് തന്നെ ഞാൻ മീൻകറിയും കൂടെ അങ്ങ് വെക്കുകയാണ് കേട്ടോ. ഇതും പിന്നെ സാധാരണ എല്ലാവരും വെക്കുന്ന പോലെയൊക്കെ തന്നെ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉലുവ ഇട്ടു. അതിലേക്ക് ഉലുവ മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് ചെറുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും കൂടെ ചതച്ചത് ഇട്ട് പച്ചമുളകും അരിഞ്ഞിട്ടു, കറിവേപ്പില ഇട്ട് കേട്ടോ. അതൊന്ന് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് പൊടികളിട്ട്. മല്ലിപ്പൊടി സാധാരണ ഇടാറില്ല, ചില സമയങ്ങളിൽ ഇടാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അത് നന്നായിട്ട് എണ്ണയിൽ ഒന്ന് വഴറ്റി. ഞാൻ അധികം എണ്ണ യൂസ് ചെയ്യാറില്ല, അത് കാരണം ചട്ടിയിലധികം എണ്ണ കാണത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞ് അത് നന്നായിട്ടൊന്ന് പച്ചമണം എല്ലാം പൊടിയുടെ പച്ചമണം എല്ലാം ഒന്ന് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് തക്കാളി അരിഞ്ഞ് ചേർത്തു. എന്നിട്ട് തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞപ്പോൾ അതിലിട്ട് ഉപ്പ് ഇട്ടു. കൂട്ടത്തിൽ പുളി നേരത്തെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് അതും നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് പിന്നെ മിക്സിയുടെ ജാറൊക്കെ കഴുകി ആ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് തിളയ്ക്കാൻ വെച്ചു. അപ്പോൾ അത് തിളയ്ക്കുന്ന നേരത്തിന് ഞാൻ പെട്ടെന്ന് കുറച്ച് പാത്രം എല്ലാം കൂടെ കഴുകി മാറ്റുമായിരുന്നു. കുറച്ച് പാത്രം കഴുകി ബാക്കി പിന്നെ അവിടെ കിടപ്പുണ്ട് കേട്ടോ. പിന്നെ വെള്ളം ഇത് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയം അപ്പോൾ അതും അടച്ചു വെച്ചു. അത് കഴിഞ്ഞിട്ട് ബാക്കി കുറച്ച് പാത്രങ്ങളും കൂടെ കഴുകി. അപ്പോൾ ഇത്രയും ജോലി കഴിഞ്ഞപ്പോഴത്തേക്കും 10:30 10:15 ആ സമയമാണ്. ഇത് ഞാനൊരു 10 മിനിറ്റ് ഫാസ്റ്റാക്കി അടുക്കളയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ വൃത്തിയാക്കി ഇനി കുറച്ച് പാത്രങ്ങളും കൂടെ കഴുകാനുണ്ട് കേട്ടോ. പിന്നെ വാഷിംഗ് മെഷീനിലെ രണ്ടാമത്തെ ട്രിപ്പ് തുണിയാണ് ഇട്ടിരിക്കുന്നത്. ഇത് രാവിലെ ഫസ്റ്റ് ട്രിപ്പിലെ തുണിയാണത്. ഇത് പിന്നെ ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ച് വന്നതിന് ശേഷം ഇവിടെ സിലിണ്ടർ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഞാൻ വന്നതിന് ശേഷമാണ് അവർ കൊണ്ടുവന്നത്. ഗ്യാസ് വന്നിട്ടുണ്ട്. ഇനി ആ ചെടിയും കൂടെ നട്ടാൽ മതി. വെളിയിലോട്ടിറങ്ങിയിട്ട് ഭയങ്കര ചൂട്, പക്ഷേ എന്നാലും അത് നടണം. ഇപ്പം 2-3 ദിവസമായി കൊണ്ടുവന്ന് വെച്ചിട്ട് അത് വെള്ളത്തിലിറക്കി വെച്ചിരിക്കുകയാണ്. എന്നാലും അത് വെറുതെ പോവും. അതുകൊണ്ട് ഇനിയിപ്പോൾ അതും കൂടെ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ അമ്പലത്തിൽ നിന്നൊക്കെ വന്നതിന് ശേഷം ഉള്ളതാണ് ഇത്. 11:30 കഴിഞ്ഞു. അപ്പോൾ ആദ്യം കൊണ്ടുവന്ന് ഞാൻ കൃഷ്ണനെ കഴുകുകയാണ് കേട്ടോ. ഒന്ന് കുളിപ്പിച്ചെടുക്കുകയാണ്. ഇത് വിധുവിൻ്റെ കൃഷ്ണനാണ്. എനിക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് ഒരുക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കൊണ്ട് തന്നിട്ട് കുറേ ആയി, പക്ഷേ ഞാൻ ഇതുവരെ അതൊന്നും ചെയ്തില്ലായിരുന്നു. അപ്പം ആദ്യം ഒന്ന് കുളിപ്പിക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് കുളിപ്പിച്ചിട്ട് ഒന്ന് ഉണങ്ങാനായിട്ട് ഞാൻ വെയിലത്ത് വെച്ചേട്ടാ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ബാക്കി ചെടികളുടെ കാര്യമൊക്കെ ചെയ്തത്.
അപ്പോൾ ആ പെറ്റൂണിയ എനിക്ക് വിധു തന്നതാണ്. അപ്പോൾ അത് ഒന്ന് നട്ട് വെക്കണം. അതാണ് ഞാൻ വെള്ളത്തിൽ ഇറക്കി വെച്ചിരുന്നത്. പിന്നെ ഞാൻ നേരത്തെ മേടിച്ച് വെച്ച പെറ്റൂണിയ ഒരു 2 എണ്ണം പോയി, 3 എണ്ണം മേടിച്ചാൽ 2 എണ്ണം ഉണങ്ങിപ്പോയി. പിന്നെ ഒരെണ്ണം കഷ്ടപ്പെട്ടിങ്ങനെ നിൽപ്പുണ്ട്. അത് വളരെ ദുർബലമായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പം നോക്കട്ടെ, അതിനെ രക്ഷപ്പെടുത്താൻ പറ്റുവാണെങ്കിൽ നോക്കാം. ഇല്ലെങ്കിൽ ഇനി പെറ്റൂണിയ എങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടതെന്ന് ശരിക്കും ഒന്ന് ഞാൻ പഠിക്കേണ്ടിയിരിക്കുന്നത് കേട്ടോ. വലിയ പാടാണ്. ഇപ്പം ബൊഗേൻവില്ല എല്ലാം അത്യാവശ്യം പൂ വന്ന് പോയി എല്ലാം അങ്ങനെ നിൽപ്പുണ്ട്. പിന്നെ ഞാൻ ഈയിടെ കഞ്ഞിവെള്ളം എല്ലാം പിന്നെയും ഒന്നും കൂടി ഒഴിച്ചു. DAP കഴിഞ്ഞ ആഴ്ച കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം കഞ്ഞിവെള്ളം ഇട്ടത്. പിന്നെ അതാണ്ട് ഇപ്പം ഞാൻ അങ്ങോട്ട് ഇട്ട ചെടിച്ചട്ടി മേളിൽ നിന്ന് താഴെ വീണ് പൊട്ടിപ്പോയതാണ് കേട്ടോ. അതിനകത്ത് ഹാങ്ങിങ് ജെറേനിയം വെച്ചിരിക്കുന്നത്. ഞാൻ ഒരു 6 ചെടി മേടിച്ചിട്ടുണ്ടായിരുന്നു. ജെറേനിയം തന്നെ, ബുഷ് ജെറേനിയം, പിന്നെ ഹാങ്ങിങ് ജെറേനിയം. അപ്പോൾ അത് അവിടെ മേളിൽ തൂക്കിയിട്ടിരുന്നത്. അപ്പം ഗേറ്റ് തുറന്നപ്പം എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ടാണ് കേട്ടോ അത് തെറിച്ച് താഴെ വീണിട്ട് പൊട്ടിപ്പോയി. അപ്പോൾ ഇതാണ് ആ കഷ്ടപ്പെട്ട് നിൽക്കുന്ന പെറ്റൂണിയ കേട്ടോ. ഇനിയിപ്പോൾ അതിനെ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുമെന്നുണ്ട്. ഞാനതിനെ പിന്നെയും റിപ്പോർട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുവരെ കുഴപ്പമില്ല, അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജെറേനിയ എല്ലാം ഓരോന്ന് ചിലത് ബുഷാണ് 3 എണ്ണം. ബാക്കി ഞാൻ ഹാങ്ങിങ് പോട്ടിൽ തന്നെ വെച്ചു. ഒരെണ്ണേ ഉള്ളൂ ഈ താഴെ വീണ് പോയത്. മറ്റേതിനകത്തൊക്കെ പൂക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ പെറ്റൂണിയയിൽ ഒരു ചെറിയ ജീവനൊക്കെ വന്നിട്ടുണ്ട്. ഇനി അറിയില്ല അത് എത്ര ദിവസം അത് നിൽക്കും എന്നുള്ളതായിരിക്കും കേട്ടോ. ഞാൻ പിന്നെ കുറച്ചും കൂടെ മണലൊക്കെ ഒന്ന് ഇട്ട് ഒന്നും കൂടി ഒന്ന് അതിൻ്റെ മണ്ണ് ഒന്ന് ശരിയാക്കിയിട്ട് നട്ട് വെക്കാമെന്ന് വെച്ച് ടൈപ്പർത്ത്. ഇനി ഇത് ഇപ്പം വിധു തന്ന പെറ്റൂണിയ നടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ച്. അപ്പം ഞാൻ പുതിയ പോട്ടൊന്നും എടുത്തില്ല. വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന പോട്ടിനെയൊക്കെ തന്നെ എടുത്തുകൊണ്ട് വന്നിട്ട് അതിൽ വെക്കാമെന്ന് വെച്ചു. അപ്പം നന്നായിട്ട് ആയതിന് ശേഷം പിന്നെ വേറെ പുതിയ പോട്ടിലോട്ടൊക്കെ മാറ്റാം. ഇപ്പം തൽക്കാലം അതൊന്ന് പിടിച്ച് വരട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അവിടെ വീട്ടിലുണ്ടായിരുന്ന പോട്ടൊക്കെ എടുത്തിട്ട് വന്നിട്ടാണ് ഇതെല്ലാം നട്ട് വെക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ അവിടെ ഒരു പ്രാവ് വന്ന് അവിടെ ഇരുന്ന് അരി കൊത്തി കഴിക്കുന്നുണ്ടായിരുന്നേ. അതിനെ കണ്ടിട്ട് അതിനെ പിടിക്കാൻ പോകാനായിട്ട് പോയതാണ്. പണ്ടൊരിക്കൽ കുഞ്ഞി പ്രാവിനെയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് ടെറസിൻ്റെ മേളിൽ കൊണ്ടുവന്ന് ഇട്ടിരുന്നു കേട്ടോ. അത് മേളിൽ ഒത്തിരി പ്രാവ് വരും വീടിൻ്റെ മുകളിൽ. അപ്പോൾ അത് മേളിൽ കയറിപ്പോയിട്ട് അതിനെ അവിടെ അങ്ങോട്ട് കൊന്നിട്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഒത്തിരി ടെറസിൽ നമ്മളങ്ങനെ എപ്പോഴും പോകത്തില്ലല്ലോ. ഒരു ദിവസം പോയപ്പം ഒരു പ്രാവ് അവിടെ കിടപ്പുണ്ടായിരുന്നു. നമുക്ക് ഭയങ്കര വിഷമം തോന്നും അത് കാണുമ്പോഴത്തേക്കും. അപ്പം ഞാൻ കാണുമ്പോഴെല്ലാം അവളെ ഓടിച്ചകത്ത് വിടും. പക്ഷേ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ അവൾ എങ്ങനെയെങ്കിലും അതിനെയൊക്കെ പിടിച്ചുകൊണ്ട് വരും. ഇത് പിന്നെ മുളക് തൈ ഞാൻ അമ്മ തന്ന മുളക് നടാൻ വേണ്ടിയിട്ട് ഇതെടുത്തിട്ട് വന്നതാണ്. അതിനകത്ത് ഞാൻ കുറച്ച് ഉണങ്ങിയ വാഴയിലയാണ് അടിയിലിട്ട് വെച്ചത് കേട്ടോ. എന്നിട്ട് പൊട്ടിംഗ് മിക്സ് ഞാൻ നേരത്തെ മേടിച്ച് വെച്ചത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം അതും ഒരു 10 കിലോയുടെ ഒരു പാക്കറ്റാണ്. അത് ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അത് തന്നെ മുളക് ചെടിക്കിടാമെന്ന് വെച്ചു. കാരണം നല്ല ഇത് കിടക്കട്ടെ എന്ന് വെച്ചു. മണ്ണ് നല്ലതായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഞാനൊരു പച്ചക്കറി നടുന്നത്. മുളകാണ് ആദ്യം വെച്ചത്. ഇത് ഓക്കെ ആവുകയാണെങ്കിൽ പിന്നെ ഞാൻ പയ്യെ ഓരോ പുതിയത് തക്കാളിയും കുരുമുളകും ഒക്കെ നടണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ പിന്നെ ആ മണ്ണിലോട്ട് കുറച്ച് സാഫ് ഒന്ന് ചേർത്ത് വെച്ച് കേട്ടോ. ഇതിപ്പോൾ കുറേ ആയി ആ പൊട്ടി മിക്സ് മേടിച്ച് വെച്ചിട്ട്. അത് കാരണം ഞാൻ കുറച്ച് സാഫ് ഒന്ന് അതിൻ്റെ മണ്ടയിൽ കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ ഇതിന് ചെറിയ ഒരു പ്രാണി അതിൽ പിടിച്ച് ഇരിപ്പുണ്ടായിരുന്നേ ഈ മുളകിൻ്റെ ഇലയിൽ. അപ്പോൾ അത് കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ സാഫ് ഇട്ട് കൊടുത്തത്. പിന്നെ ഞാൻ മണ്ണെല്ലാം ഇട്ട് നിറച്ചതിന് ശേഷം പോയ ഇലകളെല്ലാം ഒന്ന് വെട്ടിക്കളഞ്ഞു. ഇതിപ്പോൾ ഞാൻ മേളിൽ കൊണ്ടുവന്ന് വെച്ച് കേട്ടോ. അത് താഴെ വെച്ച് കഴിഞ്ഞാൽ അത് പോകും എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് മേളിൽ കൊണ്ടുവന്ന് വെച്ചു. അതാകുമ്പോഴത്തേക്ക് ഇവിടെ അങ്ങനെ വേറെ ശല്യങ്ങളൊന്നുമില്ല. പിന്നെ കുഞ്ഞിയാണെങ്കിലും അധികം അവിടെ കിടന്ന് വലിയ അഭ്യാസത്തിനൊന്നും മേളിൽ പോകത്തില്ല. പിന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ചെടിയിൽ കുറച്ച് ഉണങ്ങിയ ഇലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് ഇപ്പം നല്ല ഒരു മണിയൊക്കെ കഴിഞ്ഞു. എനിക്ക് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ അവിടെ ഇരുന്ന്. പക്ഷേ ഇത് മാറ്റി ഞാനിങ്ങനെ മറ്റുള്ള ജോലികളൊക്കെ ചെയ്യുന്നിട്ട് എനിക്ക് സമയം കിട്ടാൻ കാരണം ഞാനിതിങ്ങനെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഈ ചെടിയെല്ലാം പോകുമോ, കാരണം ഈ മേളിൽ നിന്ന് വീണ ആ ചെടി അതിനകത്ത് മുട്ട് വന്ന് ഇരിക്കുകയായിരുന്നു കേട്ടോ ആ ജെറേനിയത്തിൽ. അപ്പോഴാണ് അത് താഴെ വീണത്. അപ്പോൾ എനിക്കതൊരു പേടിയായിരുന്നു അത് പോകുമോയെന്ന്. അതാണ് ഞാൻ പിന്നെ ഉച്ചയാണോ അന്നൊന്നും നോക്കിയില്ല, സമയം കിട്ടിയപ്പോൾ അത് നട്ടത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി
തൂത്ത് വൃത്തിയാക്കി കഴുകാനൊന്നും പോയില്ല. കാരണം എല്ലാം നമ്മൾ ആ പാത്രത്തിൽ തന്നെ ചെയ്തതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഒന്ന് തൂത്ത് വിട്ടാൽ മതിയായിരുന്നേ. പിന്നെ ഞാൻ കൃഷ്ണൻ ഉണങ്ങി കാണും എന്ന് കരുതിയിട്ട് അതിനെ എടുത്തുകൊണ്ട് വരുമ്പോഴാണ് വിനോദന് ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നത്. അപ്പോഴത്തേക്ക് 1:30 ആയി കേട്ടോ. അപ്പോഴാണ് വിനോദന് ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുന്നത്. അപ്പം എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കൃഷ്ണൻ ഉണങ്ങിയിട്ടില്ലെന്നുള്ള കാര്യം. പിന്നെ ഞാൻ കൊണ്ടുപോയി വെയിലത്തൊന്നും കൂടി നല്ല വെയിലല്ലേ, അപ്പം കൊണ്ടുപോയി വെച്ചു. അവിടെ വൈകുന്നേരം വരെ വെളിയിൽ തന്നെ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ വിനോദൻ വന്നപ്പോൾ മണിമുല്ല കൊണ്ടുവന്നു. അപ്പം ഞാൻ തെറ്റിദ്ധരിച്ചു, എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് കൊണ്ടുവന്നതല്ല, വിനോദൻ്റെ കുഞ്ഞമ്മയ്ക്ക് വേണ്ടിയിട്ട്. ഞാൻ ഒരു വീഡിയോ കാണിച്ചായിരുന്നല്ലോ, ഞാൻ ബൊഗൈൻവില്ല കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ അവിടത്തേക്ക് കുഞ്ഞമ്മയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് മണിമുല്ല. നിറച്ച് മുട്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പം ഞാനും ഒരെണ്ണം ഇവിടെ മേടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്